അന്നൊക്കെ ഈ സംഗീത സംവിധായകർ തമ്മിലൊക്കെ ഉള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് മാസ്റ്റർ? എല്ലാവരും നല്ല അടുപ്പമാണ്? എല്ലാവരും നല്ല സ്നേഹം, വളരെ വളരെ. അന്ന് ഇതുപോലെ സംഗീത സംവിധായകർക്ക് യൂണിയനൊന്നും ഇല്ലെങ്കിലും എല്ലാവരും നല്ല യൂണിയൻ ആയിരുന്നു അല്ലേ? അങ്ങനെ അല്ല, മനസ്സുകൊണ്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും. ഇപ്പോൾ ദേവരാജൻ മാഷ് ഞാനും 5 വർഷം വർക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കണ്ടാൽ സംസാരിക്കും. ശരി. അതൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു അല്ലാതെ ഒരു വ്യക്തിവൈരാഗ്യമൊന്നുമില്ല, വഴക്കൊന്നുമില്ല. ഇന്ന് പക്ഷേ അതൊക്കെ കുറച്ച് കുറഞ്ഞു മാറി. അന്നിപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ ഇപ്പം ഞാൻ എൻ്റെ ദേവരാജ മാഷയുടെ ഒരു മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അർജുനും കൂടെ എൻ്റെ അർജുനും കൂടെ പാട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുള്ളി അടുത്ത തിയേറ്ററിൽ ഞങ്ങൾ അവിടെ വരും, ഞങ്ങളുടെ അടുത്ത് വരും, ഞങ്ങളുടെ അടുത്ത് വരും. ഇങ്ങനെ ചിലപ്പോൾ സജഷൻ പറഞ്ഞിരിക്കും. പറയും. എൻ്റെ ഓർമ്മ ശരിയാണ് 73 ദേവരാജ മാഷ് അത്രയും പടങ്ങൾ അർജുനുണ്ടായിരുന്നു. എണ്ണത്തിൽ മാത്രമല്ല എല്ലാ പാട്ടും ഹിറ്റുമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം വീണ്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു. ശരിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരു പടം റെക്കമെൻഡ് ചെയ്യുന്നു എൻ്റെ പേര്. ശരി. ഈ സംഗീത സംവിധായകർ സാധാരണ ഇപ്പോഴൊക്കെ നമ്മൾ കമ്പോസിംഗ് ഒക്കെ കാണുമ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് ഒരുപാട് ട്യൂൺസ് ഇടുമായിരുന്നു. സാറൊക്കെ എഴുതി കഴിഞ്ഞാൽ മാഷൊക്കെ എങ്ങനെയാണ്? പല ഡിഫറെൻറ്റ് ട്യൂൺ ഇട്ട് കേൾപ്പിക്കും, അതല്ല ഒരു ട്യൂൺ അങ്ങനെ? അത് ഡിപ്പെൻസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനും ഞാനും കൂടെ ചെയ്യുമ്പോൾ മിക്കവാറും അർജുനൻ്റെ ആദ്യത്തെ ട്യൂൺ എനിക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഒരു അഭിരുചികൾക്ക് എന്തോ ഒരു ഇതുണ്ട്, ഒരു സാമ്യ അതുണ്ട്. അത് എനിക്ക് അർജുനൻ ചെയ്യുന്ന ട്യൂൺ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടും. അത് പക്ഷേ ചില പ്രൊഡ്യൂസേഴ്സ് ഇഷ്ടപ്പെടുന്നത്, ചില സംവിധായകർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ വീണ്ടും ചെയ്യാൻ പറയും. അപ്പോൾ അർജുനൻ അങ്ങനെയൊന്നുമല്ല, എത്രയും ചെയ്യും. പക്ഷേ ഈ ഏത് സന്യാസിക്കും പിന്നെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ പക്ഷെ മാസ്റ്റർ പാട്ടുകൾ അർജുനന് ദേഷ്യം വന്ന സമയങ്ങളുണ്ട്, അപൂർവ സന്ദർഭങ്ങളുണ്ട്. അതല്ലേ? അത് പിന്നെ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദേഷ്യം വരുന്ന വ്യത്യാസം. ഞാൻ ഒച്ച ഉണ്ടാക്കും. ഞാനൊരു അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം അങ്ങനെ ഒന്ന് വളരെ നിശബ്ദനായിട്ട് ഈ ഹാർമോണി അങ്ങ് മടക്കും. എനിക്ക് ഇത്രേ പറ്റും എന്ന് പറഞ്ഞാൽ എഴുന്നേക്കും. അതാണ് ദേഷ്യം. അത്ര അങ്ങനെ ദേഷ്യം വന്നിട്ടുണ്ടല്ലേ? ഞാനതല്ല, ഞാൻ വാദിക്കും. ഞാൻ ഈ ട്യൂൺ എന്താ അതിൻ്റെ കുഴപ്പം, എന്താ അതിൻ്റെ കുഴപ്പം പറയണം, എന്താ കുഴപ്പം നിങ്ങൾ പറയണം, എന്താ ഈ ട്യൂണിലെ പ്രശ്നം എന്താണ് എന്നൊക്കെ ഞാൻ ചോദിക്കും. അല്ലെങ്കിൽ ഈ ലിറിക്സിൻ്റെ കുഴപ്പം എന്താണ്, ഈ സന്ദർഭം പറ്റിയ ലിറിക്സ് നിങ്ങൾ ഇത് തന്നെയാണ് എന്ന് വാദിക്കും ഞാൻ. അത് വാദിച്ച് കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പോകും. അത്രേ ഉള്ളൂ. പുള്ളി ഇദ്ദേഹമല്ല, ഇത് ഒന്നും സംസാരിക്കില്ല. അപ്പം ഞാൻ പിടിച്ചിരുത്തും. ആ സമയത്ത് ഞാനാണ് പിടിച്ചിരുത്തുന്നത്. ഞാൻ പിടിച്ചിരുത്തും. എന്നിട്ട് ഡയറക്ടറോട് പറയും, കുറച്ച് സമയം ഞാൻ കയറും, നിങ്ങൾ കുറച്ചൊന്ന് മാറി, ഞങ്ങളിട്ട് മാത്രമായിട്ട് കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് ഞാൻ പറയും. എന്നിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ചെന്ന് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റൊരു ഈ രാഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കേൾപ്പിക്കുമ്പോൾ പിന്നീട് അത് ഓക്കെ ആവും. ഓക്കെ